ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവരുടെ കിതാബു തൗഹീദിന് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല എഴുതിയ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് സഹിതം ഓഡിയോ നമ്പർ 72. ഇന്നത്തെ ദർസിൽ കിതാബു തൗഹീദിൽ ബാബു മൻ തബറക ബി ഷജരിൻ ഔ ഹജരിൻ വനഹ്വിഹി, അതായത് വൃക്ഷം, കല്ല് തുടങ്ങിയ അതുപോലത്തത് കൊണ്ട് ബറക്കത്തെടുക്കുന്നത് സംബന്ധിച്ച് പറയുന്ന അധ്യായം എന്നാണ്. ഇന്ന് ഷറഹ് എടുക്കുന്നില്ല, ഇന്ന് ഈ ബാബ് പൂർണ്ണമായിട്ട് എടുക്കുകയാണ്. ഇതോടൊപ്പം ഉസ്താദ് അൻവർ ഫദ്ഫരി റഹിമഹുല്ല അവർ ഈ ഭാഗത്തിന് എഴുതിയിട്ടുള്ള കാവ്യാവിഷ്കാരം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കാം. ബാബ് മൻ തബറക ബി ഷജരിൻ ഔ ഹജരിൻ വനഹ്വിഹിമ. മൻ തബറക ബറക്കത്തെടുത്തവൻ അല്ലെങ്കിൽ ബറക്കത്തെടുത്തവർ, ബി ഷജരിൻ വൃക്ഷം കൊണ്ട്, ഔ ഹജരിൻ അല്ലെങ്കിൽ കല്ലുകൊണ്ട്, വനഹ്വിഹിമ അത് രണ്ടും പോലത്തത് കൊണ്ട്, അതേ സംബന്ധിച്ച് പറയുന്ന അധ്യായം അർത്ഥം. വ ഖൗലുല്ലാഹി തആല അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ വമനാത സാലിസത്തൽ ഉഖ്റ, സൂറത്തുൻ നജ്ം ആയാത്ത് എന്ന് കൊടുത്തിട്ടുണ്ട്. ആയത്തുകൾ ഉദ്ദേശിക്കുന്നത് 19 മുതൽ 26 വരെയുള്ള ആയത്തുകളാണ് സൂറത്തുൻ നജ്മിൽ. ആയത്തുകളും ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ വമനാത സാലിസത്തൽ ഉഖ്റ ألكم الذكر وله الأنثى تلك إذا قسمة ضيزى إن هي إلا أسماء سميتموها أنتم وآباؤكم ما أنزل الله بها من سلطان إن يتبعون إلا الظن وما تهوى الأنفس ولقد جاءهم من ربهم الهدى. അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ, ലാത്തയെയും ഉസ്സയെയും പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾ നോക്കിയിട്ടില്ലേ എന്നുള്ളതാണ്. വ മനാത സാലിസത്തൽ ഉഖ്റ, വേറെ മൂന്നാമതായുള്ള മനാത്തയെ പറ്റിയും. അലക്കുമുദ് ദകറു വലഹുൽ ഉൻസ, നിങ്ങൾക്ക് സന്താനമായിട്ട് ആണും അള്ളാഹുവിന് പെണ്ണുമാണെന്നോ, അതാണോ നിങ്ങളുടെ വാദം? തിൽക ഇദൻ ഖിസ്മത്തുൻ ദീസ, എങ്കിൽ അത് നീതിയല്ലാത്ത ഒരു ഓഹരി വെക്കൽ തന്നെ. ഇൻ ഹിയ ഇല്ലാ അസ്മാഉൻ സമ്മൈതുമുഹ, നിങ്ങളും നിങ്ങളുടെ പിതാക്കളും നാമകരണം ചെയ്ത ചില പേരുകളല്ലാതെ മറ്റൊന്നുമല്ല അവ. മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, അവയെപ്പറ്റി അള്ളാഹു യാതൊരു പ്രമാണവും നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടില്ല എന്നതാണ്. യത്തബിഊന ഇല്ല ദന്ന, നിങ്ങൾ ദന്ന് ഊഹമല്ലാതെ പിൻപറ്റുന്നില്ല. ഒമാ തഹുവൽ അൻഫുസു, മനസ്സുകൾ ഇച്ഛിക്കുന്നതിനെയും അല്ലാതെ, അതുമാത്രമാണ് നിങ്ങൾ പിൻപറ്റുന്നത്. നിങ്ങൾക്ക് ചില ഊഹങ്ങൾ, നിങ്ങളുടെ ദേഹേച്ഛകളും മാത്രമാണ്. വലഖദ് ജാഅഹും മിർ റബ്ബിഹിമുൽ ഹുദ, അവർക്ക് തങ്ങളുടെ റബ്ബിങ്കൽ നിന്ന് ഹുദ, സന്മാർഗം വന്നെത്തിയിരിക്കുന്നു നിശ്ചയം എന്ന്. അതുവരെയുള്ള ആയത്തുകളാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്നാണ് ഇതിൻ്റെ ഷറഹ് എന്നൊക്കെ മനസ്സിലാവുന്നത്. ഇനി ഹദീസ് കാണാം. അൻ അബി വാഖിദ് അൽ-ലൈസി ഖാല, അബൂ വാഖിദ് അൽ-ലൈസി റളിയല്ലാഹു അൻഹു പറയാം, ഖറജ്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി പുറപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ കൂടെ പുറപ്പെട്ടു നടത്തും. ഇലാ ഹുനൈന, ഹുനൈനിലേക്ക്. വനഹ്നു ഹുദസാഅ അഹദിൻ ബി കുഫ്രിൻ, ഞങ്ങൾ കുഫറിന്ന് അടുത്ത കാലത്ത് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ, എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്ത് ഇസ്ലാം സ്വീകരിച്ചവരാണ്. വലിൽ മുശ്രിക്കിന സിദ്റത്തുൻ, മുശ്രിക്കങ്ങൾക്ക്, ബഹുദൈവ വിശ്വാസികൾക്ക് ഒരു മരമുണ്ടായിരുന്നു. യഅ്കുഫൂന ഇൻദഹ, അവർ അതിൻ്റെ അടുത്ത് ഭജനം ഇഅ്തികാഫിരുന്നിരുന്നു. വ യനൂതൂന ബിഹ അസ്ലിഹതഹും, അവരുടെ അസ്ലിഹത്ത്, അതായത് ആയുധങ്ങൾ, സിലാഹിൻ്റെ ബഹുവചനമാണ് അസ്ലിഹത്ത്, അവർ ആ മരത്തിൽ തൂക്കിയിട്ടിരുന്നു ബറക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. യുഖാലു ലഹ ദാത്തു അൻവാത്ത്, അതിന് പറയപ്പെട്ടിരുന്നത് ദാത്തു അൻവാത്ത് എന്നായിരുന്നു. ഫമറന്നാ ബിസിദ്റത്തിൻ, അങ്ങനെ ഞങ്ങളൊരു മരത്തിൻ്റെ അടുത്തൂടെ പാസ് ചെയ്തു. ഫഖുൽന, അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇജഅൽ ലനാ ദാത്ത അൻവാത്തിൻ കമാ ലഹും ദാത്തു അൻവാത്തിൻ,
അവർക്ക് ഈ മുശ്രിക്കുകൾക്ക് ദാത്തു അൻവാത്തില്ല പോലെ ഞങ്ങൾക്കും ഒരു ദാത്തു അൻവാത്തിനെ നിശ്ചയിച്ചതാണ്. അപ്പോൾ കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. ഇന്ന ഹസ്വനൻ, നിശ്ചയം ഇത് ചര്യകളാണ്. ആരുടെ ചര്യകൾ? മുൻ സമുദായത്തിൽ പിഴച്ച ചര്യകളാണ് ഇതൊക്കെ. മുൻ സമുദായക്കാർ അവരുടെ നബിമാർ പഠിപ്പിച്ചതിൽ നിന്ന് മാറി അങ്ങനെ കൊണ്ടുവന്ന ദുഷിച്ച ചര്യകളാണ് ഇത്. കുൽത്തും വല്ലദീ നഫ്സി ബിയദിഹി കമാ ഖാലത്ത് ബനു ഇസ്രായീൽ അലി മൂസ. കുൽത്തും ഇപ്പം നിങ്ങൾ പറഞ്ഞതുണ്ടല്ലോ, അത് എൻ്റെ നഫ്സ്, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണ്? അവൻ തന്നെയാണ് സത്യം, അതായത് അള്ളാഹു ആണ് സത്യം. ഇത് നിങ്ങൾ മൂസ അലൈഹി സ്വലാമിനോട് ഇസ്രായേലിയർ പറഞ്ഞ പോലെ ആയിപ്പോയി. എന്താണ് അവർ പറഞ്ഞത് മൂസ അലൈഹി സ്വലാമിന്? ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, മുശ്രിക്കുകൾക്ക് ഇലാഹുകളുള്ളത് പോലെ ഞങ്ങൾക്കും നീ ഇലാഹിനെ നിശ്ചയിച്ചു കൊണ്ടാണ്. വേറില്ല, കുറേ ഇലാഹുകളുണ്ടല്ലോ മുശ്രിക്കുകൾക്ക്, ഞങ്ങൾക്കും അങ്ങനെ ഇലാഹിനെ നിശ്ചയിച്ചതാണ്. കാല, അപ്പോൾ മൂസ അലൈഹി സ്വലാം പറഞ്ഞതായിട്ട് അള്ളാഹു പറയാണ്, ഇന്നകും ഖൗമുൻ തജ്ഹലൂൻ, നിശ്ചയം നിങ്ങൾ മഠയന്മാരായ വിഡ്ഢികളായ ഒരു ജനത തന്നെ എന്ന്. എന്നിട്ട് നബി ആയത്ത് ഓതിയിട്ട് പറയാണ്, ആര്? മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ പറയാം, ലതർകബുന്ന സുനന മൻ കാന ഖബ്ലക്കും, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവരുടെ ചര്യകൾ നിങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യും, അതിൻ്റെ പിന്നാലെ തന്നെ നിങ്ങൾ പോകും, അതുപടി തന്നെ ചെയ്യും എന്ന്. അതായത് മുസ്ലിം സമുദായത്തിൽ ഒരു കൂട്ടർ മുൻകാലക്കാരുടെ മുൻ സമുദായങ്ങളിൽ വന്നിട്ടുള്ള തെറ്റുകൾ, ഷിർക്കുകൾ, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകും എന്ന്. ഇനി ഫീഹി മസായിലുൻ, ഇനി ഇതിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഈ അധ്യായത്തിൽ ചില മസ്അലകൾ, ഈ പറഞ്ഞ ആയത്തുകൾ ഹദീസും ഉണ്ടല്ലോ, അത് ഉദ്ധരിച്ച ശേഷം ഇതിൽ ഉള്ള ചില മസ്അലകളെക്കുറിച്ച് പറയണം. അൽ ഉല, ഒന്നാമത്തെ തഫ്സീർ ആയത്തിൻ്റെ നജ്മ് സൂറത്തിലെ ആയത്തിൻ്റെ തഫ്സീർ. അസാനി, രണ്ടാമത്തെ മഅരിഫത്തു സൂറത്തിൽ അംരിൽ ലദീ ത്വലബു, അവർ ആവശ്യപ്പെട്ട കാര്യത്തിൻ്റെ രൂപം അത് മനസ്സിലാക്കൽ. അസാരിത, മൂന്നാമത്തെ കൗൻഹും ലം യഫ്അലു, അവർ അത് പ്രവർത്തിച്ചില്ല, ചോദിച്ചതേ ഉള്ളൂ എന്ന് സഹാബാക്കൾ. കൗനുഹും ഖസദു അത്തഖറുബ ഇലല്ലാഹി ബിദാലിക്, നാലാമത്തെ പോയിന്റ്, അവർ ഇങ്ങനെ ദാത്തു അൻവാത്ത് ചോദിച്ചില്ലേ, അപ്പോൾ ഒരു ഷജർ, ഒരു മരം ഞങ്ങൾക്ക് വേണമെന്ന് നിശ്ചയിച്ചതാന്ന് റസൂലിനോട് പറഞ്ഞല്ലോ, അതുകൊണ്ട് അവർ ഉദ്ദേശിച്ചത് അള്ളാഹുവിലേക്കുള്ള കുർബാണ്, സാമീപ്യമാണ് അവർ ഉദ്ദേശിച്ചത്. ലി വന്നിഹിം അൻഹു യുഹിബ്ബു, അത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിച്ചിട്ടാണ് അവരങ്ങനെ ചെയ്തത്, അവരങ്ങനെ ആവശ്യപ്പെട്ടെന്നർത്ഥം. അൽ ഖാമിസ്, അഞ്ചാമത്തെ, അന്നഹും ഇദാ ജഹലു ഹാദാ ഫഗൈറുഹും ഔലാ ബിൽ ജഹൽ, സഹാബാക്കളായിട്ടുള്ളവരുണ്ടല്ലോ അവർ തന്നെ ഇക്കാര്യത്തിൽ അജ്ഞരായിരുന്നുവെങ്കിൽ മറ്റുള്ളവർ അജ്ഞരാവാൻ എന്തുകൊണ്ടും അവർ കൂടുതൽ ഇതാണ്, എന്തുകൊണ്ടും അജ്ഞരാണ് എന്നർത്ഥം മറ്റുള്ളവർക്ക്. അസാദിസ്, ആറാമത്തത്, അന്നലഹും മിൻ ഹസനാത്തി വൽ വഅദി ബിൽ മഗ്ഫിറത്തി മാ ലൈസ ലിഗൈരിഹിം, മറ്റുള്ളവർക്കൊന്നുമില്ലാത്ത മഗ്ഫിറത്തിൻ്റെ, പാപമോചനത്തിൻ്റെ വാഗ്ദാനവും നന്മകളും ഒക്കെ ഈ സഹാബാക്കൾക്കുണ്ട് എന്നതാണ്. അസാബി എന്ന ഏഴാമത്തെ, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യഅദ്ദിർഹും അൽ അംറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഈ വിഷയത്തിൽ ഒരു ഉദ്ർ, എക്സ്ക്യൂസ് നൽകിയില്ല. ബൽ റദ്ദാലഹിം ബിഖൗലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഗണ്ണിച്ചു നബിയുടെ വചനപ്രകാരം. എങ്ങനെ? അല്ലാഹു അക്ബർ ഇന്ന ഹസ്സുനൻ ലാ തത്തബിഅന്ന സുനന മൻ കാന ഖബ്ലക്കും, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് നിശ്ചയം ഇത് ദുഷിച്ച ചര്യകളാണ്. ചിലടത്ത് ലാ തർക്കബുന്ന എന്ന് കാണാം, എന്താണ് ഒരേ ആശയാണ്. എന്ത്? സുനന മൻ കാന ഖബ്ലക്കും, നിങ്ങളുടെ മുൻ സമുദായക്കാരുടെ ചര്യകൾ, ദുഷിച്ച ചര്യകൾ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യുമെന്ന്. ഫഗല്ലദൽ അംറ ബിഹാദിഹി സല, അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം ഗൗരവം ആയിട്ട് അതിൻ്റെ തഗ്ലീൽ ചെയ്ത് പറഞ്ഞു എന്ന്, ഗൗരവം ബോധിപ്പിച്ചു. എന്താണ്? അല്ലാഹു അക്ബർ തഅജ്ജുബിൽ പറയുന്നത്, സുബ്ഹാനല്ലാഹ് എന്നൊക്കെ പറയുമ്പോൾ ഇന്ന ഹസ്വൻ എന്ന് പറഞ്ഞത് ഇത് ദുഷിച്ച ചര്യകളാണ് എന്ന് മുൻ സമുദായക്കാരുടെ. അതേപോലെ ലതത്തബിഅന്ന സുനന മൻ കാന ഖബ്ലക്കും, നിങ്ങളുടെ മുൻ സമുദായക്കാരുടെ ദുഷിച്ച ചര്യങ്ങൾ നിങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങൾ. അസാമിനെ എട്ടാമത്തെ, അൽ അംറുൽ കബീർ, വലിയ കാര്യം, വഹുൽ മഖ്സൂദ്, അതാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. അൻഹു അഖ്ബറ അന്ന ത്വലബഹും കത്വലബി ബനി ഇസ്രായേൽ ലമ്മാ ഖാലു ലിമൂസ, മൂസ അലൈഹി സ്വലാമിനോട് ഇസ്രായേലിയർ ചോദിച്ചപ്പോൾ പറഞ്ഞതുപോലെ അവരുടെ ആ തേട്ടം പോലെ ആയിപ്പോയി ഈ തേട്ടം എന്ന് അവരെ വിവരറിയിച്ചു സഹാബാക്കളെ. ഇജ്അൽ ലനാ ഇലാഹൻ എന്ന് മൂസ അലൈഹി സ്വലാമിനോട് അവർ പറഞ്ഞതുപോലെ ആയിപ്പോയി നിങ്ങളുടെ ചോദ്യം എന്ന് നബി പറഞ്ഞു, അവരെ ഉണർത്തി. അത്താസ്യ, ഒമ്പതാമത്തെ, അന്ന നഫി ഹാദിഹി മിൻ മഅനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്, ഇത് അള്ളാഹു ഷറാക്കിയ കാര്യങ്ങൾ കൊണ്ടല്ലാതെ ബറക്കത്തെടുക്കൽ അനുവദനീയമല്ല എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിഷേധിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയത്തിൽപ്പെട്ടതാണ്. അള്ളാഹു ഷറാക്കിയ കാര്യങ്ങൾ കൊണ്ടല്ലാതെ ബറക്കത്തെടുക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു മരത്തെ നബി നിശ്ചയിച്ചു കൊടുക്കുക ചെയ്തില്ല അവരാവശ്യപ്പെട്ടപ്പോൾ, അത് പറ്റില്ല എന്ന് പറഞ്ഞു. അത് ഇസ്രായേലിൽ ഒരു ഇലാഹിനെ നിശ്ചയിക്കാൻ വേണ്ടി
മുശ്രിക്കുകൾക്ക് ഇലാഹുകളില്ല ഉള്ളതുപോലെ ഞങ്ങൾക്കും ഇലാഹ് നിശ്ചയിച്ച് തരൂ എന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയി എന്ന് പറഞ്ഞില്ലേ നബി. അലാഷറ 10-ാമത്തത് അന്നഹു ഹലഫ അലൽ ഫുത്തിയ വഹുവ ലാ യഹ്ലിഫു ഇല്ലാ ലിമസ്ലഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഫത്വ വിധി പറയാൻ മതവിധി പറയാൻ വേണ്ടി സത്യം ചെയ്ത് പറഞ്ഞു. അള്ളാഹുവിന് സത്യം ചെയ്ത് പറഞ്ഞു. എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ലഹത്തിന് ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല സത്യം ചെയ്യൂല. അൽ ഹാദി അഷറ 11-ാമത്തത് അന്ന ഷിർക ഫിഹി അക്ബറു വഅസ്ഗറു. ഷിർക്കിൻ്റെ കൂട്ടത്തിൽ ചെറുതുണ്ട് വലുതുണ്ട്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്കാണ് ഷിർക്കുൽ അക്ബർ. എന്നാൽ പുറത്തു പോകാത്ത എന്നാൽ ഹറാമായിട്ടുള്ള കാര്യമാണ് ഷിർക്കുൽ അസ്ഗർ. അത് ഹറാമാണ്, ധരിച്ച ഹറാമാണ്, വൻ ദോഷമാണ്. പക്ഷേ എന്തല്ല ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല. അങ്ങനത്തെ ഷിർക്കുണ്ട്. ലിയന്നഹും ഇർതദ്ദു ബിഹദാ. കാരണം അവരിപ്പോൾ ഇത് ചോദിച്ചൊന്നുകൊണ്ടല്ല എന്തല്ല അവർ പുറത്തതായില്ല, ഇസ്ലാമിൽ നിന്ന് പുറത്തായിട്ടൊന്നും നബി പറഞ്ഞിട്ടില്ല. അസാനി അഷറ 12-ാമത്തെ കാര്യം ഖൗലുഹും വനഹ്നു ഹുദസാഉ അഹദിൻ ബി കുഫ്ര. ഞങ്ങൾ ഇപ്പോൾ കുഫറിനോട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വിട പറഞ്ഞവരാണ് എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ ഈ അടുത്ത കാലത്ത് ഇസ്ലാം സ്വീകരിച്ച പൊതു ആയിട്ടുള്ള ആൾക്കാരാണ് എന്ന് അവർ പറഞ്ഞു. അങ്ങനത്തെ സഹാബാക്കളാണ് ചോദിച്ചത്. ഈ അന്ന ഗൈറഹും ലാ യജ്ഹലു ദാലിക്. അപ്പോൾ അതിൽ നിന്ന് എന്ത് പാടുണ്ട്? മറ്റു സഹാബാക്കൾ മുമ്പേ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളവരുണ്ടല്ലോ, അവർക്ക് ഈ കാര്യം അജ്ഞാതമല്ല. അവർക്കറിയാം ഇങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന്. പക്ഷേ ഇവർക്ക് അറിയില്ലായിരുന്നു. അതാണ് ഞാൻ ചോദിച്ചത്. അസാരിസാഷറ 13-ാമത്തെ കാര്യം തക്ബീർ എന്താ തഅജ്ജബ്. അജബ് അത്ഭുതം കൂറുമ്പോൾ തക്ബീർസില്ല എന്നുള്ളത് ഖിലാഫൻ ലിമൻ കരിഹു. അത് പറ്റില്ല എന്ന് പറഞ്ഞവർക്കെതിരായി എന്ന് പറഞ്ഞാൽ അത്ഭുതം കൂറുമ്പോൾ തക്ബീർ ചൊല്ലുന്നതിന് തെളിവ് ഇതിലുണ്ട്. റാബി അഷറ 14-ാമത്തത് സദ്ദു ദറായി. ദറായി എന്ന് പറഞ്ഞാൽ ഇവിടെ ഷിർക്കിലേക്കുള്ള ദറായിയാണ്. ഷിർക്കിലേക്കുള്ള മാർഗം കൊട്ടിയടക്കുക എന്നുള്ളതാണ്. അൽ ഖാമിസ് അഷറ 15-ാമത്തെ കാര്യം അന്നഹി അൻ തശബ്ബുഹി ബി അഹ്ലിൽ ജാഹിലിയ്യ. ജാഹിലിയ്യത്തിൻ്റെ ആളുകളോട് സദൃശമാകലിനെ നിരോധിക്കുക, അതും ഇതിലുണ്ട്. അസാദിസ് അഷറ അൽ ഗളബ് ഇൻദ തഅലീം. പഠിപ്പിക്കുന്ന സമയത്ത് ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വേണ്ടപ്പോൾ ദേഷ്യപ്പെടുക എന്നുള്ളതാണ്. ഇവിടെ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് നബി പറഞ്ഞത് മറുപടി. അസാബി അഷറ 17-ാമത്തത് അൽ ഖായിദത്തുൽ കുല്ലിയ്യത്തു ലി ഖൗലിഹി ഇന്ന ഹസ്സുനൻ. നിശ്ചയം ഇവ അതായത് മുൻ സമുദായങ്ങൾ ദുഷിച്ച ചര്യകൾ ആണ് എന്ന് നബി പറഞ്ഞതിലുള്ള പൊതുവായിട്ടുള്ള ഖായിദ തത്വം. അസാമിൻ അഷറ 18 അന്ന ഹാദ ഇൽമുൻ മിൻ അലമുൻ മിൻ അലാമിൻ നുബുവ. നുബുവത്തിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടൊരു അടയാളമാണിത്. ലി കൗനിഹി വഖാഅ കമാ അഖ്ബറ. നബി പറഞ്ഞ പോലെ തന്നെ പിൽക്കാലത്ത് സംഭവിച്ചു എന്നുള്ളതാണ്. എന്ത് നുബുവത്തിൻ്റെ അടയാളങ്ങളിൽപ്പെട്ട അടയാളം എന്ന് പറയാം. കാരണം എന്താ? നിങ്ങളുടെ മുൻ സമുദായക്കാരുടെ ദുഷിച്ച ചര്യകൾ പിൻപറ്റുക തന്നെ ചെയ്യുന്നറില്ല. അതുപോലെ സംഭവിച്ചല്ലോ പിൽക്കാലത്ത്. അത്താസി അഷറ 19-ാമത്തെ അന്നമാ ദമ്മല്ലാഹു ബിഹിൽ യഹൂദ വൻ നസാറ ഫിൽ ഖുർആനി അന്നഹു ലന. യഹൂദികളെയും നസാറാക്കളെയും വിശുദ്ധ ഖുർആനിൽ എഴുതിയത് അത് തെറ്റിപ്പോയിട്ടുണ്ട് സ്പെല്ലിങ്. അള്ളാഹു ആക്ഷേപിച്ച എല്ലാ കാര്യങ്ങളും നമുക്കും ബാധകമായവയാണ് എന്ന്. അൽ അശ്റൂൻ 20-ാമത്തെ കാര്യം അന്നഹു മുതഖററുൻ ഇൻദഹും അന്നൽ ഇബാദാത്തി മബ്നഹ അലൽ അംർ. ആരാധനാ കർമ്മങ്ങളുടെ അടിസ്ഥാനം അൽ അംറാണ്, അതായത് അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പനകളാണ് എന്ന് വേദക്കാരുടെ അടുക്കലും പൊതുവെ മൊത്തത്തിൽ അവർ ജനറലായിട്ട് അംഗീകരിച്ചിരുന്നു എന്നുള്ളതാണ്. പിന്നെ അൽ ഹാദിയത് അഷറ വൽ അഷ്റൂൻ അൽ ഹാദിയ വൽ അഷ്റൂൻ അന്ന സുന്നത്ത അഹ്ലിൽ കിതാബി മദ്മൂമത്തുൽ കസുന്നത്തിൽ മുഷ്രിക്ക്. വേദക്കാരുടെ ചര്യകൾ ബഹുദവിശ്വാസികളുടെ ചര്യകളെ പോലെ തന്നെ അധിക്ഷേപിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ദുഷിച്ച ചര്യകൾ. അസാനിയത്തു വൽ അഷ്റൂൻ അന്നൽ മുൻതഖില من الباطل الذي يعتاده قلبه لا يؤمن ആയിരിക്കും. لا يؤمن ആണ് സാധ്യത. أن يكون في قلبه بقية من تلك العادة. എന്താണ്? അതായത് ബാത്തിലിൽ നിന്ന് മാറിപ്പോന്ന ആൾ, വ്യാജത്തിൽ നിന്ന് മാറിപ്പോന്ന ആൾ, ഷിർക്കിൻ്റെ ആ വ്യവസ്ഥയിൽ നിന്ന് മാറി മുശ്രിക്കായ അവസ്ഥയിൽ നിന്ന് മാറി ഇസ്ലാം സ്വീകരിച്ച ആൾക്കാരാണല്ലോ അവർ. കുഫർ വിട്ടു പോകുന്ന ആൾക്കാരായി സ്വഹാബികൾ, ഈ ചോദിച്ച സ്വഹാബികൾ. അല്ലാതെ എഴുത്താദുഹു കൽബുഹു, അവരുടെ ഹൃദയം അതിനോട് എഴുത്താതായിട്ടുണ്ട്. പതിവ് സമ്പ്രദായങ്ങൾ അതിനോട് ഇതായിട്ടുണ്ട് അവരുടെ ഹൃദയം. ലാ യഅ്മനു അൻ യകൂന ഫി ഖൽബി ബഖിയത്തു മിൻ തിൽക്കൽ ആദത്തി. ആ പതിവ് സമ്പ്രദായങ്ങളിൽ നിന്ന് ചിലതൊക്കെ അവരുടെ ഹൃദയങ്ങളിൽ അവശേഷിക്കുക എന്നുള്ളത് നിർഭയം പെടാവുന്ന സംഗതിയല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ചിലപ്പോൾ സംഭവിക്കാം. അപ്പോൾ കുഫർ വിട്ട് പോകുന്നെങ്കിലും അതിന് ചില പതിവ് സമ്പ്രദായങ്ങളുണ്ടല്ലോ, അതൊക്കെ അവരുടെ ഹൃദയങ്ങളിൽ അവശേഷിച്ചിരുന്നു എന്നുള്ള. അപ്പോൾ അത് അങ്ങനെ ചിലപ്പോൾ സംഭവിക്കാം എന്നത്. അതാണ് അവർ പറഞ്ഞത്. എന്ത്? വനഹ്നു ഹുദസാഉ അഹദിൻ ബി കുഫ്ര. ഞങ്ങൾ കുഫറിനോട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് രാജിയായി പോന്നവരാണ്, ഞങ്ങളിപ്പോൾ ഈ അടുത്ത കാലത്ത് ഇസ്ലാം സ്വീകരിച്ചവരാണെന്ന് പറഞ്ഞു. അപ്പോൾ കുഫറിൻ്റെ അത്തരം ചില കാര്യങ്ങൾ ഞങ്ങളിലുണ്ട് എന്ന് പറഞ്ഞാൽ കുഫറാണ്, തനിച്ച കുഫറാണ് എന്നുള്ള അർത്ഥത്തിലല്ല, എന്നാൽ പോലും അതിൻ്റെ ചില പതിവ് സമ്പ്രദായങ്ങൾ ഞങ്ങളിൽ അവശേഷിച്ചിട്ടുണ്ട്. അവർ തന്നെ നബി ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ മനസ്സിലാക്കിയെന്നതാണ്. ഇനി
ഉസ്താദ് അൻവർ ഫദ്ഫരി ഹഫിദുല്ല അദ്ദേഹം ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ള അവരുടെ കിതാബ് തൗഹീദിൻ്റെ ഈ ഭാഗത്തിന് അതിൻ്റെ കാവ്യാവിഷ്കാര രൂപമായ നദീദ് നദ്മു കിതാബി തൗഹീദ് മാ താരിഖിൻ മുഫീദ് എന്ന ഗ്രന്ഥത്തിൽ കൊടുത്തുള്ള വരികൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഫിന്നജ്മി ജാഅ ദിക്റു ലാത ഉസ്സ ثم منات قسمة ذي ضيزى ما أنزل الله بها سلطانا واتبعوا الهوى عصوا رحمانا وكان أهل الشرك ناتوا سيفهم بذات أنواط رأوها حظهم فسأل النبي بعض صحبه بعض صحبه بمثلها فقال منكرا به الله أكبر إن هذه السنن يعني التي اليهود ركنوا قلتم كما قالت يهود اجعل لنا لتركبن من قديم سننا. في النجم سورة النجم جاء ذكر لاത്ത വഉസ്സ എന്ന് പറഞ്ഞാൽ അറഅയ്ത ലാത്ത വൽ ഉസ്സ എന്നൊക്കെ പറഞ്ഞ ആ ആയത്ത് ആണ് പറയുന്നത്. സുമ്മ മനാത്ത ഖിസ്മത്തുൻ ദീസ നേരത്തെ പറഞ്ഞ ആയത്ത്. മാ അൻസലല്ലാഹു ബിഹാ സുൽത്താന, അതിൽ അള്ളാഹു നിങ്ങൾക്ക് ഒരു പ്രമാണവും തന്നിട്ടില്ല ഇങ്ങനെ ബഹുദൈവാരാധന നടത്താൻ. വത്തബഉൽ ഹവ, നിങ്ങൾ ഹവ ദഹേച്ഛയെ പിന്തുടർന്നത്. അസൗ റഹ്മാന, നിങ്ങൾ റഹ്മാനെ ധിക്കരിച്ചു. വകാന അഹ്ലു ഷിർക്കി, ഷിർക്കിൻ്റെ ആളുകളായിരുന്നു. നാത്തു സൈഫഹും, അവരുടെ വാളുകൾ തൂക്കിയിട്ടിരുന്നു. ബിദാത്തി അൻവാത്തിൻ, ദാത്ത് അൻവാത്ത് ആയിട്ടുള്ള മരത്തിൻ്റെ മേൽ. റഔഹ ഹല്ലഹും, അതിനെ അവർ ഭാഗ്യമായിട്ട് കണ്ടു, അത് ബറക്കത്തായിട്ട്. ഫസഅല നബിയ്യ ബഅദു സ്വഹബിഹി, അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടുത്തെ ചില സ്വഹാബികൾ ചോദിച്ചു ബിമിഥി, അതുപോലത്തെ കാര്യം. ഫഖാല മുൻകിറൻ ബിഹി, അപ്പോൾ നബി നിരാകരിച്ചു. അല്ലാഹു അക്ബർ, നബി പറഞ്ഞു അല്ലാഹു അക്ബർ. ഇന്ന ഹാദിഹി സുനന, ഇത് ഈ ചര്യ, ഇത് സുനനാണ്. യാനി അല്ലത്തി ഹാൽ യഹൂദു റക്കനു, അതായത് യഹൂദികൾ അവലംബിച്ചിട്ടുള്ള ദുഷിച്ച ചര്യകൾ. ഖുൽതും കമാ ഖാലത് യഹൂദു ജഅൽ ലനാ, യഹൂദികൾ പറഞ്ഞ പോലെ അപ്പം നിങ്ങൾ പറഞ്ഞത്. ലതർകബുന്ന മിൻ ഖദീമിൻ സനന, അതായത് ആ പഴയ മുൻകാലക്കാർ ചെയ്ത ദുഷിച്ച ചര്യകൾ നിങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചു എന്നതാണ്. ഇനി ഫിഹി മസാഇൽ എന്നുള്ള ഭാഗത്ത് ഇതിൽ പറയുന്ന മസാലകൾ അത് കവിതാ രൂപത്തിൽ പറയാണ്. തഫ്സീറു ആയാതിൻ അതത് ഫിൻ നജ്മി വറബ്തു അംറിൻ സഅലു ബിൽ ഫാഹിമി وكونهم لم يفعلوا بل قاصدوا تقربا لله حبا آمدوا لو جاهلوا هذا سواهم أولى إذ فضلهم بالحسنات أعلى إن النبي رد دون عذر واللغ بالثلاث في ذا الأمر أخبار أن سؤلهم قد ضاها قول اليهود اجعل لنا إلها ونفي هذا ما خفى معناه مدلول لا إله إلا الله أقسم للفتيا وليس يحلف إلا وفي ذلك خيرا يعرف الشرك فيه أصغر وأكبر فإنهم لردة لم يعبروا وقولهم نحن حديث العهد دل بأن غيرهم بهذا ما جهل جواز تكبير لدي تعجب سدوا ذريعات إليه فذهبي النهي عن تشبه بالجاهل وأضب أوانا تعليم جلي قاعدة كلية لقوله
أي إنها السنن عند فعله هذا من الأعلام للنبوة لكونه وقع في البرية وكل ذم جاء في اليهود وفي النصارى ليس بالمردود عن هذه الأمة والمقرر مبنى العبادات على ما يؤمر ففيه تنبيه على ما سائل القبر وذي عن ربه عز وجل وعن نبيه ودينه كما أثبته الدليل كما نصا محكما نصا سنة أصحاب الكتاب ضمت سنة أصحاب الكتاب ضمت كما لأهل الشرك أي من سنة منتقل من باطل معتاد يمكن أن يبقى على الفؤاد منتقل من باطل معتاد يمكن أن يبقى على الفؤاد شيء من الذي به تعودا من قولهم نحن حديث ذا بدا